യുക്രൈനെ ആക്രമണങ്ങളുടെ കുരുതിക്കളമാക്കി മാറ്റി റഷ്യ. ഡിസംബർ 23-ന് റഷ്യൻ സൈന്യം യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നടത്തിയ ആക്രമണം അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. റഷ്യയിലേക്ക് യുക്രൈൻ മുമ്പ് ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അതിനെതിരെയുള്ള കടുത്ത പ്രഹരമാണ് യുക്രൈൻ ഇപ്പോൾ നേരിടേണ്ടി വന്നത്. അന്നത്തെ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭീഷണി വെറുതെ ആയിരുന്നില്ല. ആ ഭീഷണിയുടെ ശക്തി ഇപ്പോൾ യുക്രൈൻ അനുഭവിക്കുകയാണ്. ഒറ്റയടിക്ക് 143 പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവന. യുക്രൈൻ റഷ്യയെ പ്രതിരോധിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതിലേറെയും നിഷ്ഫലമാവുകയായിരുന്നു. 600-ലധികം സൈനികരെയാണ് യുക്രൈൻ സേനയ്ക്ക് നഷ്ടമായത്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ആക്രമണം തടയാൻ കഴിഞ്ഞില്ല. റഷ്യയുടെ ആക്രമണത്തിൽ യുക്രൈന്റെ മിലിറ്ററി എൻഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചറുകളും ഡ്രോൺ സ്റ്റോറേജ് കേന്ദ്രങ്ങളും തകർന്നടിഞ്ഞു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യവും റിപ്പോർട്ട് ചെയ്തത്. യുക്രൈൻ സൈനികരെയും സൈനിക ഉപകരണങ്ങളെയും നിരവധി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യൻ സൈന്യം ഇല്ലാതെയാക്കി. മിസൈൽ സേനകളും പീരങ്കി സേനകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ യുക്രൈന്റെ പ്രതിരോധ കോട്ടകൾ എല്ലാം അടിപതറി. 650ഓളം വിമാനങ്ങൾ, 250ഓളം ഹെലികോപ്റ്ററുകൾ, 32,000-ലധികം ഡ്രോണുകൾ തുടങ്ങി യുക്രൈന്റെ സകല പ്രതിരോധ സംവിധാനങ്ങളെയും റഷ്യൻ സൈന്യം നിഷ്ക്രിയമാക്കി. റഷ്യയുടെ സ്പാഡ് യുദ്ധ ഗ്രൂപ്പിന്റെ സൈന്യം വലിയ നഷ്ടമാണ് യുക്രൈനിൽ ഉണ്ടാക്കിയത്. നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് ഇപ്പോഴും പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കപ്പെട്ട് സൈനികർ കൊല്ലപ്പെട്ടു. യുക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കിയുടെ ജീവനും വലിയ ഭീഷണിയാണ് റഷ്യൻ സൈന്യം ഉയർത്തുന്നത്. അമേരിക്കൻ അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരം വ്ളാഡിമിർ സെലൻസ്കിയെ വധിക്കാനായൊരു റഷ്യൻ സൈന്യത്തെ നിയോഗിച്ചിട്ടുണ്ട്. യുക്രൈൻ പാർലമെന്റ് മന്ദിരവും പ്രസിഡന്റിന്റെ കൊട്ടാരവും ഏത് നിമിഷവും ആക്രമിക്കപ്പെടാമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. എന്നാൽ യുക്രൈന് നേരെ റഷ്യ നടത്തുന്ന ഇപ്പോഴത്തെ സംഹാര താണ്ഡവം യുക്രൈൻ ചോദിച്ചു വാങ്ങിയതെന്നാണ് പല അമേരിക്കൻ ചേരിയിലെ രാജ്യങ്ങളും അഭിപ്രായപ്പെടുന്നത്. ജർമ്മനി, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾ ആ കൂട്ടത്തിൽപ്പെടുന്നു.